വാർഡ് കൗൺസിലർ ശ്രീ ഇ ഷജീർ, പ്രമുഖ ചെറുകഥാകൃത്ത് ശ്രീ സുജീഷ് പിലിക്കോട്, നമ്മുടെ സ്വന്തം കരുണാരേട്ടൻ, നാരായണമ്മ, നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ശ്രീമതി രതി രമേശ്, ഭർത്താവും മുൻ സൈനികനുമായ ശ്രീ രമേശൻ, അതിയടുത്തു നിന്ന് എത്തിച്ചേർന്ന ഹരീഷേട്ടൻ, സവീർജി, കൂടാതെ തേജസ്വിനി ക്ലബ്, കൈരളി ക്ലബ്, കുടിവെള്ള കമ്മിറ്റി, പടവ് കൂട്ടായ്മ, തണ്ടുമ്മൽ ബ്രദേഴ്സ്, കുടുംബശ്രീ, വനിതാവേദി, ഫ്രണ്ട്സ് വാട്സാപ്പ് കൂട്ടായ്മ, ചങ്ങായിക്കൂട്ടം, വനിതാ വിംഗ്, ശ്മശാന കമ്മിറ്റി, തേരടിപ്പതിക്കാർ ചാമുണ്ടേശ്വരി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും ഈ സ്നേഹസായാഹ്നത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം മാത്രമല്ല നടക്കുന്നത്. ഒരു മകളുടെ മനസ്സിൽ വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ച സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഓർമ്മകളുടെയും മനോഹരമായ സമർപ്പണമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 80ന്റെ നിറവിലെത്തിയ അച്ഛന് മകൾ നൽകുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്മാനമാണ് ശ്രീമതി രതി രമേശ് രചിച്ച എന്റെ കാവലാൾ എന്ന പുസ്തകം. പ്രിയപ്പെട്ടവരെ, എല്ലാ നല്ല കാര്യങ്ങൾക്കും ദൈവാനുഗ്രഹം തേടിക്കൊണ്ട് ആരംഭിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ഈ ചടങ്ങിനു വേണ്ടി ചൊരിയപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ജ്ഞാനത്തിന്റെയും നന്മയുടെയും പ്രകാശം പരത്തുന്ന നിലവിളക്ക് തെളിയിക്കുന്നതിനായി ബഹുമാന്യനായ വാർഡ് കൗൺസിലർ ശ്രീ ഇ ഷജീർ, പ്രമുഖ ചെറുകഥാകൃത്ത് ശ്രീ സുജീഷ് പിലിക്കോട്, നമ്മുടെ പ്രിയപ്പെട്ട കരുണേട്ടൻ, നാരായണമ്മ, കൃതിയുടെ രചയിതാവ് ശ്രീമതി രതി രമേശേട്ടൻ എന്നിവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞിന്റെ ആദ്യ വാക്കുകൾ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന സന്തോഷം പോലെ തന്നെയാണ് ഒരു പുസ്തകം ആദ്യമായി വായനക്കാരുടെ കൈകളിൽ എത്തുമ്പോൾ ഒരു എഴുത്തുകാരന് അനുഭവപ്പെടുന്ന നിർവൃതിയും ആനന്ദവും. ഒരു മകളുടെ ഹൃദയത്തിൽ അച്ഛൻ സൃഷ്ടിച്ച സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഓർമ്മകളാണ് ഇന്ന് പുസ്തക രൂപത്തിൽ നമ്മുടെ മുന്നിലെത്തുന്നത്. ജീവിത വഴികളിൽ തണലായി നിന്ന അച്ഛനെ 80ാം പിറന്നാളിന്റെ സ്നേഹ സമ്മാനമായി സമർപ്പിക്കുന്ന ഈ കൃതിയുടെ പ്രകാശന നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാം. പായൽ ബുക്സ് പ്രസിദ്ധീകരിച്ച എന്റെ കാവലാൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാന്യനായ വാർഡ് കൗൺസിലർ ശ്രീ ഇ ഷജീറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിനായി ഈ കൃതിയുടെ പ്രചോദനവും ഹൃദയമിടിപ്പുമായ ശ്രീ കരുണാകരനെയും ശ്രീമതി നാരായണിയെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഒരു പുസ്തകത്തിന്റെ ആദ്യ പ്രതി മാത്രമല്ല, ഒരു മകളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിന്റെ ആദ്യ സമർപ്പണം കൂടിയാണ്. ഈ ചടങ്ങിന് സാന്നിധ്യം കൊണ്ട് മിഴിവേകുകയും പുസ്തക പ്രകാശനം ചെയ്യുകയും ചെയ്ത ബഹുമാന്യനായ വാർഡ് കൗൺസിലർ ശ്രീ ഇ ഷജീറിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ബഹുമാനിയും ഏറ്റവും ജനകീയവും ഏറ്റവും സന്തോഷകരമായ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിവാസികളെ സുഹൃത്തുക്കളെ, ഒരു പരിപാടികളും ജന്മദിനങ്ങളും ജന്മദിനാഘോഷങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കുന്നപ്പോഴും ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് ഇന്നത്തെ ഈ എരുവാശ്ശേരിയിലെ തോട്ടുമുറ പ്രദേശവും അതുപോലെ തന്നെ ഈ നാടും ഈ സായാഹ്നവും സാക്ഷികൾ. 80 നിറവിലെത്തുന്ന തന്റെ പിതാവിന് ഒരു മകൻ നൽകുന്ന ഏറ്റവും വലിയൊരു ആദരവ്, അതും ഒരു പൊതു സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച്. നമുക്കറിയാം, വേണമെങ്കിൽ വർത്തമാനകാലത്ത് ഇവിടെ അടുത്തുള്ള വലിയ വലിയ ഹോട്ടലുകളിലും വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലും കേക്ക് മുറിച്ചും മറ്റും നമുക്ക് ആഘോഷിക്കാവുന്നതിന് വ്യത്യസ്തമായിക്കൊണ്ട് എൻ്റെ നമുക്കറിയാം, നമുക്ക് നന്മതിന് കൊണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ വർത്തമാനകാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ മണിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ട് നമുക്കറിയാം, ശ്രീകൃഷ്ണൻ ജനിച്ച മധുര എന്ന് പറയുന്ന നഗരത്തിൽ നഗരം കൈവസമായി വരെ പരിചയപ്പെടാൻ സാധിച്ചത് മധുര എന്ന് പറയുന്ന മധുരമായ പട്ടണം, ശ്രീകൃഷ്ണൻ ജനിച്ച മധുരമായ പട്ടണത്തിൽ വെച്ച് വേണമെങ്കിൽ അവിടെ വലിയ ഹോട്ടലിൽ വെച്ച് ഇതിന്റെ ആഘോഷങ്ങളും നടത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാമായിരുന്നു. പക്ഷെ ഇത് വ്യത്യസ്തമായി കൊണ്ട് തന്നെ ജനിച്ച നാട്ടിൽ എന്റെ പ്രദേശത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം അമ്പലങ്ങളും ഉത്സവങ്ങളും ഉള്ള പ്രദേശം, ഈ ഗ്രാമീണതയുടെ എല്ലാ പരിവേഷമുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഇതുപോലെയുള്ള പ്രൗഢഗംഭീരമായ സദസ്സുകളെത്തി വെച്ചു വ്യത്യസ്തമായ രീതിയിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മനസ്സിൽ പോലും ഇതുവരെ നമുക്കറിയാം, എന്നെയും നിങ്ങളെയും പോലുള്ള പുതിയ തലമുറ ഈ പറയുന്ന 80 വയസ്സ് എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ പോലും നമ്മുടെ ഫോട്ടോകൾ പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായി 50 നിറവേറ്റുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ആ ഓർമ്മയ്ക്ക് പിതാവിന്റെയും അതുപോലെ തന്നെ പിന്നെ അവരുടെ മാതാവിനും വെച്ച് അവരുടെ പ്രൗഢഗംഭീരമായ സദസ്സിനകത്ത് വെച്ച് ഇതുപോലുള്ള പുസ്തകം എഴുതാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ള ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇതുപോലെയുള്ള ഒരു പ്രകാശന കടമ നിർവഹിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഓരോ ദിവസവും നമുക്ക് ഒരുപാട് പരിപാടികളിലേക്ക് പോലും ഒരുപാട് പരിപാടികൾ സംബന്ധിക്കുന്നപ്പോഴും ഒരു വ്യത്യസ്തമായ പരിപാടി തന്റെ ജോലികളുണ്ട് എഴുതി വെച്ച ഒരു പരിപാടി. ആ പരിപാടിക്ക് സംബന്ധിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ആ പുസ്തകങ്ങൾ നമ്മുടെ വാർഡിനകത്ത് മാത്രമല്ല, ഞാൻ എന്നോട് സൂചിപ്പിച്ചത് പോലെ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുണ്ടായി, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അതിന്റെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പുസ്തകം നല്ല രീതിയിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള ഒരു പിന്നെ അച്ഛന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതാപിതാക്കൾ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായി നമുക്കൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും മക്കളും അച്ഛനും തമ്മിലുള്ള ഒരു പിന്നെ വഴക്കുകളുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത് സ്വന്തം മകൾക്ക് വേണ്ടി ലോൺ എടുത്ത് അവരുടെ വീടും കുടിപ്പാടവും അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ പോകുന്ന വഴികൾ പോലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത്, ഈ ദേശമല്ല ഈ നമ്മുടെ നാടിന്റെ മറ്റു മേഖലയിലൊക്കെ നിറഞ്ഞാടുന്ന സാഹചര്യത്തിൽ സ്വന്തം മകൾ ഒരു എഴുതി അത് തയ്യാറാക്കി നേരത്തെ ഞാൻ സേതു മംഗളം ഇംഗ്ലീഷ് അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ എന്നെ വിളിച്ചു. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാൻ പറ്റുമോ? അത്രയും സസ്പെൻസോട് കൂടി തന്നെയാണ് നമ്മുടെ നാട് കാണുന്നത്. കഴിഞ്ഞ ദിവസം പബ്ലിസിറ്റി വന്നപ്പോൾ തന്നെ ഞാനിപ്പോഴും ഗീതാവിന്റെ പ്രിയപ്പെട്ട അതിഥി മേഡത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് അതിന്റെ സർപ്രൈസ് എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടെ കേരളവും നാടും കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമായി കാണുന്നു. അത് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്ന നീലേശത്തിന്റെ പൊതുസമൂഹം നിങ്ങളുടെ പിതാവിന് നൽകിയ ആദരവിന് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കും തീർച്ചയായും നീലേശത്തിന്റെ സമൂഹം. ആ പുസ്തകം എന്താണെന്നും ആ പുസ്തകത്തിലെ
അതിനകത്തുള്ള ആ സർപ്രൈസ് എന്താണെന്ന് കാത്തു നിൽക്കാൻ ഇവിടുത്തെ പൊതുസമൂഹം കാത്തു നിൽക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് നിങ്ങൾ ഏറ്റവും വലിയ വിജയമായി ഞാൻ കാണുന്നു. ഇനിയും നിങ്ങളുടെ ആ നല്ല മനസ്സിനെ എത്ര കൊണ്ട് അഭിനന്ദിക്കാൻ നമ്മളില്ല. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇവിടെ പിലിക്കോട് പ്രിയപ്പെട്ട സുജീഷ് പിലിക്കോടിനെ പോലെയുള്ള ബഹുമാനികൾ ഉൾപ്പെടെയുള്ളവരെ അവരുടെ പേരെടുത്ത് എന്റെ സഹപ്രവർത്തകൻ ശ്രീ ഇട്ടപ്പുറം പ്രദീപ് ഉൾപ്പെടെ എന്റെ മുൻ നഗരസഭ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠി ശ്രീ പി കെ രതീഷ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ പേരെടുത്ത് വായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ല നീണ്ട നിര ഒരു പൊതുസമൂഹം മുഴുവനും ഈ സായാഹ്നം സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് തന്നെ നിങ്ങളുടെ മികവാണ്, നിങ്ങളുടെ സംഘടന മികവാണ്. തീർച്ചയായും എത്ര അഭിനന്ദിച്ചാൽ മതി വരില്ല. ഞാൻ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. ഈ പുസ്തകം എങ്ങനെയാണ് നാളെ മുതൽ പബ്ലിസിറ്റി ആകുന്നതെന്ന് നീലേശ്വരത്തിന്റെ പൊതുസമൂഹവും നമ്മുടെ നാടും ഏറ്റെടുക്കും. തീർച്ചയായും ഇനിയും ഇതിന്റെ പതിപ്പുകൾ കാത്തു നിൽക്കുന്ന ഒരു കാലം അത് വിദൂരമല്ല എന്ന് ഇപ്പോൾ സൂചിപ്പിക്കുന്നു. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നഗരത്തിൽ നിങ്ങൾ താമസിക്കുന്നു. നമുക്കറിയാം ഈശ്വരൻ ശ്രീകൃഷ്ണൻ ജനിച്ച ആ മധുര പട്ടണത്തിൽ നിന്നായിരിക്കും നിങ്ങൾ അത് എഴുതിയത്. തീർച്ചയായും അതിന്റെ പുണ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലൊന്നും കിടക്കുന്നില്ല. ഈ പ്രോഗ്രാമുമായി സദസ്സിനെ അഭിമുഖീകരിക്കാൻ സാധിച്ചതിനും അതിയായ സന്തോഷമുണ്ട്. ഇനിയും പതിപ്പുകൾ ഇറങ്ങട്ടെ എന്ന് മാത്രം സൂചിച്ചുകൊണ്ട് എം.ന്റെ നിറവിൽ നമ്മുടെ നാടിന്റെ എല്ലാ മേഖലകളിലും നാടിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്തെ പ്രധാന പൈൻസ് എന്ന് പറയുന്ന നമ്മുടെ കരുണാകരൻ പച്ചങ്കി അവർക്ക് ഇനിയും ജഗദീശനായ നാഥൻ ആരോഗ്യവും സൗഭാഗ്യവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും വന്നതുപോലെ പതിപ്പ് പ്രകാശിതമായി അറിയിച്ചു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. താങ്കളുടെ വാക്കുകൾ ഈ സായാഹ്നത്തിന് കൂടുതൽ അർത്ഥവും ഊഷ്മളതയും പകർന്നിരിക്കുന്നു. അടുത്തതായി സാഹിത്യ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ ചെറുകഥാകൃത്ത് ശ്രീ സുജീഷ് പിലിക്കോട് സാറിനെ തന്റെ ആശംസകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കേൾക്കുന്നില്ലേ? എൻ്റെ പുസ്തക പ്രകാശനം 2019 പക്ഷെ അന്ന് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായില്ല. കാരണം എൻ്റെ പുസ്തക പ്രകാശനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വേവലാതിയും ഒരാവലാതിയും എനിക്കുണ്ടായില്ല. ഈ വേവലാതി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കൂടെ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് വേവലാതികൾ വരിക. അപ്പോ ഇവിടെ ഈ പുസ്തകം രചയിച്ച് തന്റെ അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളും സ്നേഹവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അക്ഷരങ്ങളിലൂടെ പരിവർത്തിപ്പിക്കുകയും അതിന് ഒരു പുസ്തകത്തിന്റെ ഒരു മേലങ്കി കൂടി അണിയിച്ചുകൊണ്ട് ഒരു പുസ്തകമായി നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞതിനൊക്കെ മറ്റൊരു മാനം വരികയാണ്. ഞാൻ ഇടയ്ക്ക് പ്രോഗ്രാം എടുക്കുന്നത് അത് എല്ലാവരും ക്ഷമിക്കാം. ചില സമയത്ത് ഇത് ഗ്രാസ്പ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് രതിയേറ്റിന്റെ അനിയൻ രഞ്ജിത്ത്, പിന്നെ രഘു. രഞ്ജിത്താണ് എൻ്റെ അടുത്ത സുഹൃത്ത്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നമുക്ക് അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും അടുത്ത സുഹൃത്താണ് രഞ്ജിത്ത്. രഞ്ജിത്തിനെ ഇന്നലെയും മിനിയാന്നൊന്നും കണ്ടതല്ല. എന്റെ മുടിയും താടിയും മീശയും എല്ലാം നരക്കുന്നതിന് മുന്നേയുള്ള ഒരു സൗഹൃദമാണ്. വളരെ 10-25 വർഷം മുമ്പത്തെ സൗഹൃദം. അപ്പൊ അന്ന് രഞ്ജിത്തിന്റെ ഒരു സൈക്കിൾ ഉണ്ട്. സൈക്കിളിന്റെ പുറകെ കയറി നിന്ന് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് വരും. രാത്രി രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് നിൽക്കും. അന്ന് രഞ്ജിത്തിന്റെ അമ്മ നമുക്ക് ചോറ് തരും, രാവിലെ ചായ തരും,
വീണ്ടും കോളേജിലേക്ക് പോകും. അപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ താമസിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് കരുണാകരനും നാരായണി അമ്മയും രഞ്ജിത്തിന്റെ അമ്മയും അച്ഛനും മാത്രമല്ല, എൻ്റെ കൂടി അച്ഛനും അമ്മയും ആയതുകൊണ്ടുള്ള ഒരു വേവലാതിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം ഞാൻ കൂടി എഴുതിയതുപോലെ എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തെ കാണാൻ. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. നിലാവിലെ നീലവാനം പോലെ ഉള്ളി വന്നൊരി നാദമോകാജം എന്നിലലിഞ്ഞതും മക്കളെ എന്ന പാടൂറുന്നൊരമ്പ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. വിത്തൊക്കത്തിലെന്നെ എടുത്തുയർത്തും വൻപ് ചൊൽക്കടി പാട്ടും എൻ മറമൊക്കെ ഉണ്ണിക്കുന്നു പൂവുകൾ. ഈ അവരെല്ലാം നിനക്കെന്നറിവികൾ. നീ വിളക്കാവുകന്നർക്ക ചന്ദാനവ താവമേ നീ എന്നു താനാട്ടു കാറ്റുകൾ. ഈ കവിത മധുസൂദൻ നായരുടെ വാക്ക് എന്ന കവിതയാണ്. ഇവിടെ വരുമ്പോ ഏത് കവിത ചെല്ലണം എന്നുള്ള ആലോചനയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലുണ്ടെന്ന് ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത് പോലെ ഈ കവിത പെയ്തു പോയത്. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. അച്ഛനും അമ്മയും ആണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന വാക്കുകൾ. ആ വാക്കുകൾ പിടിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് നമ്മൾ നടന്നു കയറുന്നു. അങ്ങനെ നടന്നു കയറുമ്പോൾ കൈപിടിച്ചു പോയ അല്ലെങ്കിൽ കൈപിടിച്ച് കയറ്റി വന്ന അച്ഛനെയും അമ്മയെയും മറക്കുന്ന പുതിയ കാലത്ത് അച്ഛന് വേണ്ടി ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നതിൽ അത് നമുക്ക് എത്രത്തോളം അതിന് നമുക്ക് പറയണം എന്ന് എനിക്കറിയില്ല. അതിന് ഈ പുസ്തകം കൂടി നമ്മൾ വായിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ അത്ഭുതത്തിലേക്ക് നമുക്ക് കടക്കാൻ. അപ്പൊ ഈ പുസ്തകം എഴുതിയ രതിയേച്ചിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. എല്ലാവരും നല്ല കയ്യടി കൊടുക്കാൻ. കാരണം ഞാൻ പണ്ട് നേരത്തെ വന്ന കഥയെല്ലാം പറഞ്ഞു, രഞ്ജിത്തിനോട് വന്ന കഥയെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഇവിടെ വന്ന് കഥ വന്ന പോയ ഞാൻ ഇന്ന് ഇവിടെ വന്ന് രതിയേച്ചിയുടെ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു ആകസ്മികതയാണ് നമ്മുടെ ജീവിതത്തിൽ. ആകസ്മികതകളുടെ ആകെത്തുകയാണ് ജീവിതം എന്ന് പറയാറുണ്ട്. ആകസ്മികതകളുടെ ആകെത്തുകയാണ്. എനിക്കറിയില്ല നാളെ ഇവിടെ വരേണ്ടി വരുമെന്നും ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്നും രതിയേച്ചി ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നു എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കാലം, അക്ഷരങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. അത് അക്ഷരങ്ങൾക്ക് മാത്രമുള്ള ചില നിയോഗങ്ങളാണ്. എന്തുകൊണ്ടാണ് അക്ഷരം എന്നതിന് പേര് വന്നത്? എന്തുകൊണ്ടായിരിക്കും അക്ഷരം എന്ന് പേര് വന്നത്? നശിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അക്ഷരം എന്ന പേര് വരുന്നത്. അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ അക്ഷരങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അത് ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും നാശോന്മുഖമാവാത്ത ഒരു ചിട്ടിയിലേക്ക് നമ്മൾ അതിനെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ എനിക്ക് എഴുത്തിനെ കുറിച്ചും കഥകളെ കുറിച്ചൊക്കെ ഒരുപാട് പറയണമെന്നുണ്ട്.
നിങ്ങൾ ഒരുപാട് പറയുന്നതും നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാം എന്ന് തോന്നുന്നു. രതീശിലെ ഒരു കഥ അയച്ചു തന്നു. അവളിടങ്ങൾ എന്ന് പറഞ്ഞൊരു കഥയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈൻ പോർട്ടലിൽ വന്ന കഥയാണ്. അപ്പൊ ആ കഥ ഇതിലുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ആ കഥ ഞാൻ വായിച്ചപ്പോൾ നമ്മുടെ കഥ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമായി മാറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ആ കഥ വായിക്കുമ്പോൾ തോന്നിയത്. നമ്മുടെ ചുറ്റുപാടുകളുള്ള കഥ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റും, പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അതൊരു കഥയിലൂടെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. അപ്പൊ ആ രീതി എഴുത്തിന്റെ നല്ല ഭാഷയും നല്ല എഴുത്തുമാണ് രതിയേച്ചിയുടെ. അപ്പൊ അത് വായിച്ചു. ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ച് ഞാൻ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്തായാലും പറയും. ഈ പുസ്തകത്തെ കുറിച്ച് ഇവിടെ പറ്റുമെങ്കിൽ ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യണം എന്ന അഭിപ്രായങ്ങൾ എനിക്കുണ്ട്. അപ്പൊ നമ്മള് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേൾക്കാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കാത്തവരാരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പൊ വൈക്കം സുഖം നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരാള് നിങ്ങൾ എങ്ങനെയാണ് കഥ എഴുതുന്നത് ചോദിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരാളെ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് കഥ എഴുതുന്നത്? അപ്പൊ ബഷീറിന്റെ ജീവചരിത്രങ്ങളൊക്കെ കണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചവരുണ്ടാവും. നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരു ജീവിതം അനുഭവിച്ച ഒരു മനുഷ്യനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ചെറുപ്പം തൊട്ടേ നാട് വിട്ട് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും അലഞ്ഞ് തിരിഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്. അപ്പൊ ഒരു ദിവസം ഇയാളോട് ചോദിച്ചു, ഇയാള് നാട് വിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പുസ്തകങ്ങളൊക്കെ എഴുതി വളരെ പ്രശസ്തനായി ഇരിക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, എല്ലാവരും കേൾക്കണം ഈ കഥ. ഞാൻ ഈ എഴുത്തിന്റെ ഒരു മാസ്മരികത എന്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ബഷീറിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് കഥ എഴുതുന്നത്? ഓക്കെ. അപ്പൊ ബഷീറിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് കഥ എഴുതുന്നത്? അപ്പൊ ബഷീർ പറയുന്നത്, ബഷീറിന്റെ അനുഭവമാണ് പറയുന്നത്. ബഷീർ നാട് വിട്ട് പോയ സമയത്ത് ഇയാളെ കയ്യിൽ ഒരു പൈസയില്ല, ഇയാളെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഇയാള് ദൈവത്തിന് കുറ്റം പറയണം, എന്തൊരു നശിച്ച ദൈവം, എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം തന്നല്ലോ, ഇത്ര കഷ്ടപ്പാടുള്ള ജീവിതം തന്നല്ലോ എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ തെരുവിലൂടെ വെയിലത്ത് നടക്കുകയാണ്, ദൈവത്തിന് ചീത്ത പറഞ്ഞു കൊടുത്തു. അപ്പൊ നടന്നു പോയ സമയത്ത് ഇയാള് ദേശം കാലം റോഡിലിങ്ങനെ വരുന്ന സമയത്ത് കാലില് ഒരാണി കയറി. ഇതെല്ലാം നടന്ന സംഭവമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാലിന് ഒരാണി കയറി. അല്ലെങ്കിൽ വിശപ്പ്, അല്ലെങ്കിൽ ദുഃഖം, വിഷമം, സങ്കടം, അതിന്റെ ഇടയിൽ കാലിൽ ആണി കയറി. ആണി കയറിയ സമയത്ത് ബഷീറിന്റെ ദൈവത്തിനോട് ഭയങ്കര ദേഷ്യം തോന്നി. എന്തൊരു നശിച്ച ദൈവമാണ്, ദൈവമാണെങ്കിൽ ഇങ്ങനെയാണോ നമ്മളോട് ചെയ്യുന്നത്, ദൈവമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തോ എന്ന് പറഞ്ഞ് ഇയാളെ കാലിൽ നിന്ന് ആണി ഊരി ദൂരത്തേക്ക് എറിഞ്ഞു. ദൂരത്തേക്ക് എറിയുന്ന സമയത്ത് ആണി ഒരു കല്ലിന് കൊണ്ടു. കല്ലിന് കൊണ്ട സമയത്ത് ഒരു വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ബഷീർ പോയി ആണി എടുത്ത് നോക്കിയ സമയത്ത് ബഷീർ ഞെട്ടിപ്പോയി. അതിങ്ങനെ വെയിലത്തിങ്ങനെ തിളങ്ങുന്നത് നോക്കിയ സമയത്ത് അത് സ്വർണത്തിന്റെ ആണിയായി. സ്വർണത്തിന്റെ ആണിയായി. അയാൾക്ക് വിറ്റു, സുഖമായി ജീവിച്ചു എന്നതാണ് കഥ. അപ്പൊ ബഷീർ പറയുന്നത് അതിൽ യാഥാർത്ഥ്യവുമുണ്ട്, അതിൽ ഭാവനയും. നമ്മുടെ എഴുത്ത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യവും ഉണ്ടാവും, അതിൽ ഭാവനയും ഉണ്ടാവും. പക്ഷെ യാഥാർത്ഥ്യവും ഭാവനയും വേർതിരിച്ച് കഴിയാതിരിക്കുന്ന രീതിയിലേക്കുള്ള എഴുത്താണ് എഴുത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു പുസ്തകം അറിയുന്നത് വായിച്ചിട്ടുണ്ടെന്ന് അത് നമ്മളെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. അത് അച്ഛന്റെ അമ്മയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ് ബാബു അബ്രഹാമിന്റെ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഒരു ആത്മകഥ. കമ്പളിക്കണ്ടത്തെ കൽഭരണി അത് ഇതുപോലെ തന്നെയാണ്. ഇത് ഇങ്ങനെ അച്ഛനും അമ്മക്കും ഇപ്പം രതിയേച്ചി അച്ഛന് വേണ്ടി എഴുതിയ പുസ്തകമാണെങ്കിൽ അയാൾ ആ പുസ്തകം എഴുതിയത് അയാളുടെ അമ്മക്ക് വേണ്ടി. കമ്പളിക്കണ്ടത്തെ കൽഭരണി. അച്ഛൻ ഉപേക്ഷിച്ചു പോയ അമ്മയും 3 മക്കളും ജീവിക്കാൻ ഒരു ഗതിയുമില്ല.
ജീവിക്കാൻ ഒരു ഗതിയില്ലാതെ ഈ പെണ്ണുങ്ങൾ 3 മക്കളെയും കൂട്ടി ഒരു പുഴയോരത്ത് പോയി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ കരയിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരു ഇളയ മകൻ അമ്മയോട് ചോദിക്കുന്നു, അമ്മേ, നമ്മൾ എന്തിനാണ് മരിക്കുന്നത്? ജീവിതത്തിന്റെ ഒരു സംഭവമാണ്, നമ്മൾ എന്തിനാണ് മരിക്കുന്നത്? അപ്പൊ അമ്മ ഒരു നിമിഷം ആലോചിച്ചു, ഓക്കെ, ഞാൻ ഇത്ര കാലം ജീവിച്ചു, ഞാൻ മരിക്കുമ്പോൾ എന്റെ മക്കൾ എന്തിനാണ് മരിക്കുന്നത്? ഈ അമ്മ തിരിച്ചുപോയി. അവർക്ക് ജീവിക്കാൻ താമസിക്കാൻ കുടില് പോലുമില്ല. ഒരു പുറമ്പോക്ക് ഭൂമി, ഒരു ഷീറ്റ് കെട്ടി, നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ 4 തൂണ് കെട്ടി ഷീറ്റ് കെട്ടി അവിടെ ജീവിച്ചു. അങ്ങനെ ആ കുട്ടികളെ അമ്മ വളർത്തി. ഒരുപാട് അനുഭവം പറയുന്നുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. അത്രയും വിഷം പിടിച്ച അനുഭവങ്ങൾ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അയാൾ അവിടെ കുറച്ച് പഠിച്ച്, വലിയ പഠിപ്പൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം പഠിച്ച് നാട് വിട്ടുപോയി. ഇപ്പൊ അയാൾ ഫ്രാൻസിൽ അവിടുത്തെ ഗവൺമെന്റിലെ വളരെ വലിയ ഒരു ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ഒരു മനുഷ്യൻ. അയാള് ഈ ജീവിതാനുഭവങ്ങളെല്ലാം കൂട്ടിപ്പറക്കി ദേശീയം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. കമ്പളിക്കണ്ടത്തെ കൽപ്പനികൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞത്, ആ പുസ്തകം വായിച്ച സമയത്ത് വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയ സമയത്തല്ല, അതിനേക്കാൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഇതിന്റെ 2500 കോപ്പികൾ വാങ്ങിച്ച് അയാളുടെ നാട്ടിലുള്ള എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്തു. എല്ലാ കുട്ടികളും വായിക്കണം ഈ അനുഭവ കുറിപ്പുകൾ. ഈ ബാബു എബ്രഹാമിന്റെ അനുഭവ കുറിപ്പുകൾ നമ്മുടെ വളർന്നു വരുന്ന എല്ലാ കുട്ടികളും വായിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ വി ഡി സതീശൻ ഈ പുസ്തകം വാങ്ങിച്ച് അവിടെ വായനശാലകളിലൊക്കെ വിതരണം ചെയ്തു. അപ്പൊ ഓരോ മനുഷ്യരും ഓരോ അനുഭവങ്ങളാണ്. ഇപ്പൊ ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, കേട്ടിട്ടില്ല? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളുണ്ട്, കേട്ടിട്ടേ? ആർക്കയച്ചതാണ്? നെഹ്റു പ്രിയദർശിനിക്ക് അയച്ച പുസ്തകമാണ് അല്ലെ? ഒരച്ഛൻ മകൾക്കയച്ച കത്ത്. അങ്ങനെ അച്ഛനും മകളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും. പക്ഷെ ഈ സ്നേഹങ്ങളെല്ലാം നമുക്ക് അക്ഷരങ്ങളിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. കാരണം എല്ലാവരും അത് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അപ്പൊ രതീജിയുടെ ഈ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയില്ല, കൂടുതലൊന്നും പറയുന്നില്ല. രതീജിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. വളരെ നല്ല രീതിയിൽ ഈ പുസ്തകം വായിക്കപ്പെടണം. ഈ പുസ്തകം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. പിന്നെ ഇവിടെ ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്, ഇതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വ്യതിയേക്ക് ഒരിക്കൽ കൂടി എന്റെ സ്നേഹാഭിവാദികൾ. നന്ദി സർ. അടുത്തതായി പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വം. നമുക്ക് ഏറെ പ്രിയങ്കരനും 22ാം വാർഡ് കൗൺസിലറും രതീച്ചയുടെ സഹപാഠിയുമായ ശ്രീ ഇട്ടപ്പുറം പ്രദീപൻ. തന്റെ കളിക്കൂട്ടുകാരിയുടെ ജീവിതത്തിലെ അനുഗ്രഹീതമായ ഈ ധന്യ നിമിഷത്തിൽ ആശംസകളെ സംസാരിക്കുവാൻ വേണ്ടി ശ്രീ ഇട്ടപ്പുറം പ്രദീപനെ സാദരം ക്ഷണിച്ചോളൂ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ കാവലാണ്, അതായത് സ്നേഹത്തിന്റെ കാവലാണ്. ഒരു അച്ഛൻ ഒരു മകൾക്ക് എത്ര പ്രിയപ്പെട്ടതെന്നത് രതിയുടെ ആ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നുണ്ട്. ഇന്നത്തെ പുതുതലമുറ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു പുസ്തകം തന്നെയാണത്. ഇന്ന് വൃദ്ധസദനത്തിലേക്കും മാതാപിതാക്കളെ തള്ളിവിടുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു സമൂഹത്തിന്റെ, അതായത് ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു അച്ഛനെ കുറിച്ചുള്ള ഒരു പുസ്തകം രതി എഴുതുന്നത്. ഫേസ്ബുക്കിലൂടെ പല എഴുത്തുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പുസ്തകം എഴുതുന്ന കാര്യം എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഒരുപാട് പരീക്ഷകളിലും PSC പരീക്ഷകൾക്ക് ഞാൻ രതിയും ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട്. ഇപ്പം
UP ആയതുകൊണ്ട് അങ്ങനെ ബന്ധമില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദി പ്രതിഭ. ഞങ്ങളുടെ വാക്കുകൾ ഈ പുസ്തകത്തിന് ഏറെ സൗന്ദര്യവും അംഗീകാരവും നൽകിയിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഓരോ താളിലെയും ഹൃദയമിടിപ്പായി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കരുണാകരേട്ടനെ 2 വാക്കുകൾ സംസാരിക്കുവാനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. രതിയൊക്കെ മൂന്നമാണ്. അവർക്ക് 2 സഹോദരന്മാരുണ്ട്, രഞ്ജിത്തും രഞ്ജിത്തും. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ എന്നോട് ആവശ്യം ഡെവലപ്മെന്റ് ബുക്ക് വിശ്വാസം അതിപ്പോ വായിച്ചത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ കാവലായിട്ട് കഴിഞ്ഞപ്പോ അവളെക്കൊണ്ട് ഞാൻ ഈ കല്യാണം ചെയ്യുന്നതിനെ എനിക്ക് കുറേ ഇതുകൊണ്ടായി പല സ്ഥലത്തും കോഴിക്കോട് മുതൽ നിന്ന് വരെ വ്യത്യസ്തമായ ദിവസങ്ങളിൽ ഇന്ത്യയിൽ പോയി പല സ്ഥലത്തും ഇതിന്റെ അപ്പൊ ഇത് ഈ ഇന്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ CISF-ന്റെ ഇന്റർവ്യൂവിൽ പോയി 4 ദിവസം കൊച്ചിയിൽ നിന്നു. കൊച്ചിയിൽ കഴിഞ്ഞിട്ടാണ് 4 ദിവസം എല്ലാ ഫുള്ളുണ്ട്. കേരളത്തിൽ നിന്ന് 6ാമത്തെ റാങ്കിലാണ് നമ്മുടെ നോളുണ്ടായത്. ഇതിൽ അവസാനം റിസൾട്ട് സമയത്ത് ഈ കേരളത്തിന് ഒരു മലയാളം എടുത്തില്ല. നമ്മൾ 6ാമത്തെ റാങ്കിൽ നമ്മൾ പ്രശ്നിച്ചിട്ടുണ്ടാവും. അത് വരെ ഒന്നും കിട്ടാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതന്നെ. ഇവിടെ സംബന്ധിച്ചോളം ചെറുപ്പത്തിലെ ടൈപ്പ് റൈറ്റിങ്, കയർ, പിന്നെ ഷോർട്ട് റൈറ്റിങ്, അങ്ങനെ എല്ലാം. പിന്നെ ഈ ആധാരം എഴുത്തിൻ്റെ പരീക്ഷ, പിന്നെ ആധാരം സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ലൈസൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയെല്ലാം ഒരുപാട് സർട്ടിഫിക്കറ്റ് വീട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിപ്പോൾ ഒരിക്കൽ ഞാനത് തിരിച്ച് പഠിച്ച് നോക്കിയിട്ട് ആദ്യം നിർത്തും. അങ്ങനെ കുറേ അനുഭവമുണ്ട് എവിടെ. ഞാൻ ഇപ്പം 2 സഹോദരന്മാരും ഈ തന്നെ ഇപ്പം ഒരു കച്ചറയില്ലാണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഒക്കെ കിട്ടിയ ഭർത്താവും ഏറ്റവും വിശദമായിട്ട് ഭർത്താവ്. അപ്പം ഞാൻ ഇതിലൊക്കെ ഇനിഷ്യേറ്റീവ് ഞാൻ ഇവിടെ പറഞ്ഞു, എനിക്ക് നോക്കണ്ട, നീ ഇവിടെ MA മലയാളം MA ഇംഗ്ലീഷും കഴിഞ്ഞതിന് ശേഷമാണ് BEd വരുന്നത്. അപ്പം തന്നെയാണ് സ്കൂൾ നോക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം വലിയ ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ ഒരു 6-7 കൊല്ലം കഴിയുമ്പോൾ സംസാരണം. അതുവരെ നമുക്ക് ഈ വീട് കാരണം മടിയാക്കി. അത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല സ്നേഹത്തോടെ നമ്മൾ കഴിക്കുമ്പോൾ പൊതുവായിട്ട് എനിക്കറിയുന്നതായോ നാട്ടാർക്ക് പറയുന്ന വീട് ബാധിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം. അപ്പോൾ ഇത് കൂടുതൽ പറയുന്നില്ല. ഇത് എൻ്റെ ഈ കാവലാണെന്ന് പുസ്തകം വായിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ ആ കാര്യങ്ങൾ നിർദ്ദേശമായിട്ട് കുറേ വായിക്കും. നന്ദി കരുണാകരേട്ട. ഹൃദയസ്പർശിയായ അങ്ങയുടെ വാക്കുകളിൽ ഒരായുസിന്റെ ആഴമുണ്ടായിരുന്നു. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ഇന്നിവിടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന വാർഡ് കൗൺസിലർ ശ്രീ ഇ ഷജീറിനെ ഉപഹാരം നൽകുന്നതിനായി ശ്രീമതി രതി രമേശിന്റെ ജീവിത പങ്കാളിയും നമുക്കേറെ പ്രിയങ്കരനുമായ രമേശ് ഏട്ടനെയും ഉപഹാരം ഏറ്റുവാങ്ങാൻ ശ്രീ ഇ ഷജീറിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ഇന്നത്തെ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ സുജീഷ് പിലിക്കോടിനെ സ്നേഹോപഹാരം നൽകാൻ ശ്രീമതി രതി രമേശിന്റെ സഹോദരനായ രഘുവേട്ടനെയും ഉപഹാരം ഏറ്റുവാങ്ങാൻ ശ്രീ സുജീഷ് പിലിക്കോടിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിലെ മുഖ്യ ആകർഷണ കേന്ദ്രമായ കരുണാകരനെ കൊച്ചുമക്കളായ ആകാശ്, വൈഷ്ണവ്, അനന്യ, അൻവിയ എന്നിവർ ചേർന്ന് ആദര സൂചകമായി സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. സ്നേഹത്തിന്റെയും നന്ദിയുടെയും അടയാളമായി കൊച്ചുമക്കൾ അവരുടെ അച്ചാച്ചനെ സമ്മാനം സമർപ്പിക്കുന്ന ഈ മനോഹര നിമിഷത്തിനായി കുട്ടികളെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓർമ്മകൾക്ക് അക്ഷരരൂപം നൽകി, സ്നേഹത്തിന് പുസ്തക രൂപം നൽകി ഈ സായാഹ്നത്തെ ഇത്ര മനോഹരമാക്കിയ എന്റെ കാവലാൾ എന്ന കൃതിയുടെ രചയിതാവ് ശ്രീമതി രതി രമേശിനെ മറുമൊഴിക്കായി സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ ഷെജി, പ്രമുഖ ചെറുകഥാകൃത്ത് സഹോദരനുമായ സുജീഷ് പിലിക്കോട്, വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നമസ്കാരം. ഞായറാഴ്ചയുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നത്തെ ഈ പ്രകാശന ചടങ്ങിൽ ധന്യമാക്കി തീർത്ത് നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ ഷജീറിനും സുജീഷിനും നന്ദി അറിയിക്കട്ടെ. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ ചടങ്ങിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഈ പ്രകാശന കർമ്മം ഇത്രയും വിപുലമായ ഒരു പരിപാടിയായി മാറ്റിയതിന്റെ ഫുൾ ക്രെഡിറ്റ് അച്ഛനും രഘുട്ടനും മറ്റു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമാണ്. ഇന്നലെ രാവിലെ പെട്ടെന്നുണ്ടായ തീരുമാനം. അന്നേരം മുതൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സ്കൂളിൽ 12,000 കുട്ടികളെ വെച്ച് നടത്തുന്ന ആനുവൽ ഡേ പോലെ ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്റെ പകുതി ടെൻഷൻ ഇന്നലെ വൈകുന്നേരത്തെ ഒരു ഫോൺ കോളിൽ ഞാൻ നിമ്മിയെ ഏൽപ്പിച്ചു. എന്നെ കൊണ്ട് പറ്റുമ്പോൾ രതിയെന്ന് പലവട്ടം സംശയിച്ചു നിന്ന അവളെ മൂത്ത സഹോദരിയുടെ സ്നേഹാധികാരത്തോടെ അല്ല നീ തന്നെ ചെയ്യണം, നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞേൽപ്പിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു അവളത് ഭംഗിയാക്കി തീർക്കുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതിലേറെ അവൾ ഈ ഒരു സായാഹ്നം മനോഹരമാക്കി തീർക്കും. ഇന്നലെ രാവിലെ മുതൽ ഈ തൊട്ടു മുൻപത്തെ നിമിഷം വരെ ഇതിനു വേണ്ടി ഓടി നടന്ന് എല്ലാ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന രഘുട്ടിനോടും അവന്റെ പിറകിൽ നിന്ന് ചരട് വലിക്കുന്ന അച്ഛനോടും രഞ്ജിത്തിനോടും എന്താ പറയേണ്ടത് സ്നേഹമാണ്. ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സ്വപ്നമാണ് പുസ്തകത്തിന്റെ രൂപത്തിൽ പിറവിക്കൊണ്ടിരിക്കുന്നത്. 2024 എല്ലാവർക്കും അറിയുന്നത് പോലെ അച്ഛൻ ആദ്യമായി കിടക്കായിരുന്നു. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അന്നാണ് മൊബൈൽ കോളിന്റെ മറുപുറത്ത് അച്ഛന് ഇല്ലെങ്കിൽ എനിക്ക് അന്നത്തെ നഷ്ടമായി പോകുമെന്ന് സത്യം തിരിച്ചറിഞ്ഞു. മനസ്സിൽ അച്ഛനെ എഴുതി തുടങ്ങുന്നത് അന്ന് മുതലാണ്. അതിനു മുൻപ് 10-25 കൂടുതൽ കഥകളും കവിതകളും പല ഓൺലൈൻ മാധ്യമങ്ങളിലും എഴുതിയിട്ടുണ്ടെങ്കിലും അവയൊക്കെയും പുസ്തക രൂപത്തിലാക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു പുസ്തകം അച്ഛന് സമ്മാനമായി നൽകണമെന്ന് എന്റെ മാത്രം വാശിയും ആശയം മാത്രമായിരുന്നു. കൈപിടിച്ച് നടത്തിച്ച ജീവിതം പഠിപ്പിച്ച അച്ഛനെ എഴുതി വെക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും ഞാൻ ആ സാഹസത്തിന് മുതിർന്നു. ഇനിയുള്ള റിസൾട്ട് വായനക്കാരാണ് അറിയുന്നത്. എന്തെങ്കിലും കുത്തിക്കുന്നവർക്ക് ഒരിത്തിരി മറ്റുള്ളവരാണ്, മറ്റുള്ളവർ പറയും ഞങ്ങളും പറയും. കുറച്ച് മറ്റുള്ളവർ മാത്രമാണ് ഇങ്ങനെ എഴുതി തീർക്കുന്നത്. അതുപോലെ എന്റെ എല്ലാ വർക്കുകൾക്കും കൂടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ്,
എന്റെ ഈ യാത്രയിൽ ആദ്യാവസാനം കൂടിയുണ്ടായിരുന്നു. ഓരോ അധ്യായം എഴുതി തീരുമ്പോൾ വായിച്ചു നോക്കിയും 2-3 വട്ടം പ്രൂഫ് റീഡിംഗ് ചെയ്തു. എന്റെ കാവലാളിന്റെ കൂടെ താങ്ങായി നിന്നു. ചിലപ്പോഴൊക്കെ ഇത് സാധ്യമാക്കുമോ എന്ന് ഞാൻ സംശയിച്ചു നിന്ന നിമിഷത്തിൽ ആത്മധൈര്യം പകർന്ന് ഞാൻ തന്നെ എന്റെ വഴിമുടക്കി നിന്നപ്പോൾ എനിക്ക് ആത്മവിശ്വാസം പകർന്ന് ഇതിനെ പൂർണ്ണതയിൽ എത്തിച്ചത് അദ്ദേഹമാണ്. പിന്നെ അരികിൽ പിടിച്ചിരുത്തി ഈ കാണുന്ന ബാനറും ബുക്കിന്റെ കവറും ഇൻവിറ്റേഷൻ കാർഡും ഡിസൈൻ ചെയ്യിച്ചത് എന്റെ മോനാണ്. മൂന്നയാള് അച്ഛന്റെ ബുക്കിന്റെ കവർ ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ അവൻ ഇന്റേൺഷിപ്പ് കാരണം സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഡിസൈനിങ് ചെറിയ ആളേറ്റെടുത്തു. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ചടങ്ങിൽ പങ്കുചേരുകയും എന്റെ കുഞ്ഞു സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷികളാവുകയും ചെയ്ത വിശിഷ്ടാതിഥികൾക്കും ഞാൻ അറിയുന്ന കാലം മുതൽ അച്ഛന്റെ കൂടെയുള്ള പമ്പലക്കാരനായിട്ടും എന്റെ ക്ഷണം സ്വീകരിച്ചവരുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പമ്പലക്കാരനാണെന്ന് നമ്മൾ അന്നേരം പറയല് പമ്പല ജോലി ആയതുകൊണ്ട് പമ്പലക്കാരനായിട്ടും. പിന്നെ ആശംസകൾ നേർന്ന എല്ലാവർക്കും അതിനടുത്ത് നിന്ന് പ്രിയപ്പെട്ട സഹോദരൻ ഹരീശനും സഭയ്ക്കും പരിപാടി വിജയത്തിനായി ആദ്യാവസാനം എയർപോർട്ടിന്റെ കൂടെ നിന്ന അവന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിയ ആ വാക്കുകൾ ഇന്നത്തെ ഈ സായാഹ്നത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മകളുടെ സ്നേഹവും ഒരച്ഛന്റെ ജീവിതവും ചേർന്ന് എഴുതപ്പെട്ട ഈ കൃതി അനേകം ഹൃദയങ്ങളിൽ സ്ഥാനം നേടട്ടെ. ഇന്നത്തെ ഈ ചടങ്ങ് നടത്തുവാനായി ഓഡിറ്റോറിയം വിട്ടുതന്ന തോട്ടുപുറം തേരടിപ്പതിക്കാരൻ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ അനുഗ്രഹിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ കരുണേട്ടനെ ആരോഗ്യവും സന്തോഷവും ദീർഘായുസ്സും സർവശക്തൻ നൽകട്ടെ എന്നും എന്റെ കാവലാൾ എന്ന പുസ്തകം നിരവധി വായനക്കാരുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു.